Cybersecurity. What is cybersecurity? Who is using cybersecurity and why is cybersecurity? Why നമുക്ക് പറയാം. ഇപ്പോൾ കറണ്ട് ജനറേഷനിൽ നമ്മുടെ ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ ജനറേഷൻ ആണെങ്കിൽ ന്യൂ ഇയറിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് ഈ ഇടയ്ക്ക് വന്നൊരു കോൺസെപ്റ്റാണെന്ന് പറഞ്ഞു. അതിൻ്റെ ആൻസർ ഉണ്ട് നോ. ബിക്കോസ് ഫ്രം 1980s എൻ്റെ ഓർമ്മ ശരി 1970s ആൻഡ് 80s അന്ത കാലം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അന്നത്ര ഇമ്പാക്റ്റബിൾ അല്ല, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെ പോലെ ലൈക്ക് ലേറ്റസ്റ്റ് ഫോൺ ഐഫോൺ, സാംസങ്, വിവോ ഇങ്ങനത്തെ ഫോണുകളൊന്നും ഉള്ള കാലഘട്ടമല്ല. ലാപ്ടോപ്സ് ലൈക്ക് ലെനോവോ, മാക്ബുക്ക് അല്ലെങ്കിൽ ഒരു HP ലാപ്ടോപ്പ് അങ്ങനത്തെ നമ്മൾ ഹൈ എൻഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ്, ഗെയിമിംഗ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ വർക്ക് ലാപ്ടോപ്സ് ഒന്നും അല്ല അന്ത കാലത്ത് ഉപയോഗിച്ചത്. ലൈക്ക് ഒരു സെർവർ ഉണ്ടാവും, അതിനുള്ള ഒരു ലാപ്ടോപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കോമ്പാക്റ്റബിൾ എന്നുള്ള രീതിയാക്കിയത്. അന്ത കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഫുൾ വലിയ കഷ്ണങ്ങൾ പോലെയായിരുന്നു. സോ അന്ത കാലത്ത് ഫുൾ ഡാറ്റാസ് ആണെങ്കിലും സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ ഡാറ്റാബേസും അങ്ങനത്തെ കുറേ കാര്യമുണ്ട്. സോ ആ ഒരിനകത്ത് കയറി കുറേ ഡാറ്റാസ് മോഷ്ടിക്കണം ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയപ്പോഴാണ് ഈ സൈബർ ത്രൂ ലൈക്ക് ഈ വേർഡ് തന്നെ സൈബർ ആൻഡ് സെക്യൂരിറ്റി ത്രൂ സൈബർ വേൾഡ്. സൈബർ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഡാറ്റയൊക്കെ സോൾവ് ചെയ്യാനും അതിനകത്തുള്ള ഇഷ്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയും ഒരു ടീമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. സോ അത് കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് 2002 ആൻഡ് 2000s ഒരു കാലഘട്ടത്തിലാണ് കൂടുതലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കാരണം ആ ഒരു സമയത്തായിരുന്നു കൂടുതലും ത്രെറ്റ്സിൻ്റെ കാര്യങ്ങളും പല ക്രിമിനൽ രീതിയിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അറ്റാക്സ് ചെയ്തത്. ഈ ത്രെഡ്സ് എന്ന് ഞാൻ പറഞ്ഞു, ദർ ആർ n നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വരുന്ന ത്രെഡ്സിൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് ഹാക്കേഴ്സ്, അല്ലെങ്കിൽ വരുന്ന റെഡ് ഹാക്കേഴ്സ്, ബ്ലൂ ഹാക്കേഴ്സ്, ഗ്രീൻ ഹാക്കേഴ്സ്, ഇല്ലെങ്കിൽ ബ്ലാക്ക് ഹാക്കർ. ഇതൊക്കെ ലൈക്ക് രണ്ടും ബേസ്ഡ് ഓൺ പ്രാക്ടീസസ് ആണ്. ചിലവർ നല്ലതിന് വേണ്ടി ചെയ്യുന്നു, ദേ ആർ നോൺ ആസ് ഗുഡ് പ്രാക്ടീസേഴ്സ്. പിന്നെ ഉള്ളത് നെഗറ്റീവ് രീതി, ഇല്ലീഗൽ രീതി ചെയ്യും, അവരെയാണ് ബാഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ വൈറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് യൂണിയൻ, റെഡ് ഹാക്കർ, ബ്ലൂ ഹാക്കർ, ഗ്രീൻ ഹാക്കേഴ്സ്, ഇവരെല്ലാവരും ഗുഡ് പീപ്പിളാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, മറ്റൊരു നന്മ എന്നുള്ള രീതിയിലെ കോൺസെപ്റ്റിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ ഗുഡ് പ്രാക്ടീസേഴ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇനി പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് വൺ ബ്ലാക്ക് ഹാക്കർ, അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റ് ഹാക്കർ, അല്ലെങ്കിൽ സൈബർ ടെററിസം, ഇല്ലെങ്കിൽ ഈ മലീഷ്യസ് ഇൻസൈഡ് അല്ലെങ്കിൽ പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണ് വിസിൽ ബ്ലോവേഴ്സ്. ഇവരൊക്കെയാണ് ഈ നെഗറ്റീവ് രീതി എന്ന് വെച്ചാൽ ബാഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് ഐ ആം കാതൽ എന്നൊരു മൂവിയുണ്ട്. അതിനകത്ത് രണ്ട് രീതിയിലായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ലൈക്ക് ഒരു ലീഗൽ ത്രൂ ഒരു ഗുഡ് പ്രാക്ടീസും ചെയ്യാൻ പറ്റും, ബട്ട് അത് കാണിക്കുന്ന രീതിയാണെങ്കിൽ ഇല്ലീഗൽ രീതിയിലാണ് ബാഡ് പ്രാക്ടീസസ്. ബേസിക്കലി പറഞ്ഞ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇത് പഠിച്ചെടുത്താലും ഇത് അവരുടെ പേഴ്സണാലിറ്റി ബേസ്ഡ് ചെയ്തുകൊണ്ടിരിക്കും അയാൾ ഗുഡിലേക്ക് പോവോ ബാഡിലേക്ക് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിച്ചെടുക്കാൻ കോൺസെപ്റ്റ് വൈസ് ഈസിയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു നോളജ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് ബ്രേക്ക് ചെയ്യാൻ. എന്നാൽ പോലും അത് ഒരു ആളുടെ മെൻ്റലി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ രീതി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിരിക്കും അത് ഗുഡാണോ ബാഡാണോ ലൈക്ക് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം നമുക്കതൊരാളോട് നല്ല കാര്യങ്ങളായിട്ട് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവായി ഉള്ള രീതിയിൽ ഇമ്പാക്റ്റബിൾ തരുമ്പോൾ നമ്മളത് നെഗറ്റീവ് രീതിയായിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഗുഡ് പ്രാക്ടീസസ് ബാഡ് പ്രാക്ടീസസ് വരുന്നത് ലൈക്ക് എത്തിക്കൽ രീതിയും അങ്ങനെയും കൂടുതൽ കൂട്ടാം, എന്നാൽ പോലും ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി രീതിയിലാണ് പറയുന്നത്. സോ ഇതാണ് ഈ ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്. ശരിക്കും n നമ്പർ ഓഫ് രീതിയിലാണ് ഡീറ്റെയിൽഡാണ് ഈ ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അത് ഫെർദർ ആയിട്ടായിരിക്കും പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാക്കേഴ്സ് ഇവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യണതും കണ്ടുപിടിക്കണതും ചെയ്യുന്ന ഒരാളുടെ പേരിലാണ് നമ്മൾ പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കർ. ഇവരുടെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുക. അതിനകത്ത് ഈ ആപ്ലിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി ഇതായിരിക്കും, അതെന്താണെന്ന് വെച്ചാൽ അത് അയാൾ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്ക് ചെയ്തിട്ട് അതിനകത്ത് മാക്സിമം എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കും. അത് ഒന്നെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇത് ഫുള്ളും പഠിച്ച ഒരാളാണ്, സൈബർ സെക്യൂരിറ്റി ഫുള്ളും പഠിച്ച ഒരാളാണ്. സോ നമ്മളിപ്പോൾ ഒരു കമ്പനി പോകുമ്പോൾ ആ കമ്പനി ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു ആപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് തരും. ഇത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്യണതിനൊപ്പം മീൻസ് അത് ഫുൾ ബാക്ക് ആൻഡ് വർക്കാണ്. അവർ ഫുൾ ചെയ്തിട്ടുണ്ടോ, ബഗ്സ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടോ അങ്ങനത്തെ കാര്യം. ഈ ബഗ്സ് കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് തേർഡ് പാർട്ടി, നമുക്കിപ്പോൾ ഏതൊരു കമ്പനി ആയാലും അതിനൊരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. സോ ഈ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഈ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഈ ആപ്പിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കമ്പനി ആയാലും നമുക്ക്
ഓൺ ദ ടോപ്പ് നോച്ചിലെത്താനായിരിക്കും മാക്സിമം കമ്പനീസ് നോക്കുന്നത്. സോ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് അവരെന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടൊരു കാര്യം ഇടുക അല്ലെങ്കിൽ കാരണം നമ്മളുടെ രീതി ട്രസ്റ്റ് ബേസ് രീതിയിലൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ആയിട്ട് വെക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു മൈന്യൂട്ട് ഒരു ഇഷ്യൂ അതിനകത്ത് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാതെ എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മൈന്യൂട്ട് നമ്മുടെ കോമ്പറ്റീറ്ററിന് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വെച്ച് അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ നമ്മളൊരു ബാങ്കിങ് ഫീൽഡിലെടുത്താലും ലൈക്ക് ഏതൊരു ടെക് കമ്പനിയിലാണെങ്കിലും അവിടെ എല്ലായിടത്തും ഒരു സൈബർ സെക്യൂരിറ്റി വിങ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിങ് ഫീൽഡിലാണെങ്കിൽ ദർ ആർ n നമ്പർ ഓഫ് ഡാറ്റാസ്. കാരണം ഒരാളുടെ ലൈക്ക് ഫോൺ നമ്പർ, ആധാർ, പാൻ കാർഡ്, n നമ്പർ ഓഫ് തിങ്സ് ലിസ്റ്റ് ഔട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾ ചെന്ന് ബാങ്കിൽ പോയാൽ ആ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ തന്നെ ഉണ്ടാവും n നമ്പർ ഓഫ് ഡീറ്റെയിൽസ്, നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ ഫിംഗർ തുടങ്ങി നമ്മുടെ ഐ റെക്റ്റിനയുടെ വരെ ഡീറ്റെയിൽസ് ഫുള്ളും ക്യാപ്ചർ ചെയ്യുന്ന ഒരു കാർഡാണ്. അതാ പറഞ്ഞാൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. സോ ഇതൊക്കെ ഒന്ന് ബ്രീച്ച് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു എത്തിക്കൽ ഹാക്കർ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ടീമിനെ ഒരു കമ്പനി വെക്കണം. ഇപ്പോൾ ബാങ്കിൻ്റെ കേസ് പറഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെ തന്നെ ഈ സൈബർ സെക്യൂരിറ്റി ടെക്നിക്സും ടൂൾസും കാര്യങ്ങൾ പഠിപ്പിക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവരും n നമ്പർ ഓഫ് കാര്യങ്ങളും ഡാറ്റാസ് ഓരോ ആൾക്കാരെ പോകുന്നതാണ്. സോ ഈവൻ സിംഗിൾ ലൈക്ക് 0 വരെ വാല്യൂ ഉണ്ടെന്ന് പറയുന്ന മെയിൻ കോൺസെപ്റ്റ് അവിടെ വരുന്നത്. കാരണം 5,000 അടക്കേണ്ട ഒരാൾ 50,000 അത് ലൈക്ക് എഡിറ്റ് ചെയ്ത് ലൈക്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഒരു എറർ മിസ്റ്റേക്കും വന്ന് ആ ഭയങ്കര ഇഷ്യൂസിലേക്ക് പോകും. സോ ഈ ഒരു ഇഷ്യൂസൊക്കെ ലൈക്ക് ഒരു ലാപ്ടോപ്പ് ത്രൂവോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ത്രൂവോ വരാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം ഇങ്ങനത്തെ ആൾക്കാരെ നിയമിക്കുന്നത്. സോ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ ഈ വീക്ക് പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനാണ് മെയിൻലി ഒരു സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സൈബർ സെക്യൂരിറ്റി സിമ്പിളാണ്, കാരണം ഇതൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ് ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ. ബട്ട് ദ മെയിൻ തിങ് ഇസ് ദാറ്റ് കോൺസെപ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഫുൾ ഫോക്കസ്ഡ് ചെയ്യണം. കാരണം ഒരു ചെറിയൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമാൻഡ് ലൈൻ തെറ്റിപ്പോയാൽ നമ്മൾ വീണ്ടും ആദ്യം തുടങ്ങി സ്ട്രൈക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളിപ്പോൾ വിചാരിക്കും ഇതിന് ജോബ്സ് ഉണ്ടോ, ലൈക്ക് ത്രൂ ഔട്ട് കാര്യം പറഞ്ഞാൽ ജോബ്സ് ഉണ്ട്. ലൈക്ക് അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഈ സൈബർ സെക്യൂരിറ്റി മെയിൻലി പറഞ്ഞാൽ 2 ഭാഗങ്ങളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ഈ സൈബർ സെക്യൂരിറ്റി. ഒന്ന് വെച്ചാൽ അറ്റാക്കിങ് ചെയ്യുന്ന ആൾക്കാർ. ഈ സൈബർ സെക്യൂരിറ്റി അറ്റാക്കിങ് ചെയ്യുന്നത് ഒഫൻസീവ് സൈഡ് എന്ന് പറയും. ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സോ ഡിഫൻസ് സൈഡ് പറയും. ഈ ഡിഫെൻഡ് ചെയ്യണവരെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇരിക്കുകയാണ്, ഞാൻ അവിടുത്തെ ഒരു കമ്പനിയിൽ ഒരു എത്തിക്കൽ ഹാക്കറാണെന്ന് വിചാരിക്കുക, ലൈക്ക് അവിടുത്തെ ഒരു സൈബർ സെക്യൂരിറ്റി ടീം മെമ്പർ ആണെന്ന് വിചാരിക്കുക. സോ എൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയിലുള്ള നമുക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാവും, അവരുടെ സെർവറുടെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പ് ഉണ്ടാവും. ഇത് ഫുള്ളും മോണിറ്റർ ചെയ്യണമായിരിക്കണം ഒരാളാണ്, ഈ ഡിഫൻസ് ലൈക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന ഒരാളാണെങ്കിൽ. സോ ഇവർ ഫുള്ളും നോക്കിയിട്ട് ആ നോക്കുന്ന ഇടയിൽ നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഇത് നോക്കണേനാണ് ലൈക്ക് ബേസിക്കലി പറഞ്ഞാൽ സോക്ക് എന്ന് പറയും. L1 L2 അതൊരു കാറ്റഗറിയാണ് ലൈക്ക് ജോബ് വേക്കൻസി ചെയ്ത് വരുമ്പോൾ. സോ ഈ ഒരു ജോബിലേക്ക് പോകാനും ഈ ഡിഫൻസ് രീതിയിലുള്ള ആൾക്കാരെയും കൂടുതൽ പോകുന്നത് സോക്ക്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന സാധനമാണ് ഈ ഒഫൻസീവ് സൈഡ് എന്ന് വെച്ചാൽ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ VAPT. ഈ VAPT എന്ന് പറയുന്നത് കൂടുതലും ഈ അറ്റാക്ക് ചെയ്യണം, ഒരു കില്ലിംഗ് മെഷീൻ എന്നുള്ള രീതി കോൺസെപ്റ്റ് ലൈക്ക് ബിൽഡ് ചെയ്യുന്ന ചിലവരാണ് കൂടുതൽ VAPT ജോബ്സിലേക്ക് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് എന്തൊരു മെഷീൻ തന്നാലും, നമുക്ക് ഏതൊരു വെബ്സൈറ്റ് തന്നാലും, ഏതൊരു ആപ്പ് തന്നാലും അത് തകർക്കണം. ആ ഒരു കോൺസെപ്റ്റ് ലൈക്ക് n നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു 5-10 ടൂൾസ് വെച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യണേന്നായിരിക്കും നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സൈബർ സെക്യൂരിറ്റി സിമ്പിൾ അല്ലേ, ലൈക്ക് ഒരു ചെറിയ ടോപ്പിക് അല്ലേ സൈബർ ആൻഡ് സെക്യൂരിറ്റി സൈബർ വേൾഡ്, ഈ ഡിജിറ്റൽ വേൾഡിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇത്ര ഉള്ളൂല്ലോ, സെക്യൂരിറ്റി ആയിട്ട് നോക്കിയതില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു n നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മാസ്റ്റർ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. എന്നാൽ പോലും നമുക്ക് ആവശ്യവും അറിഞ്ഞേണ്ട മെയിൻ കുറേ കോൺസെപ്റ്റ്സ് ആണ് ഈ ഒരു ഒഫൻസീവ് സൈഡിൽ പഠിപ്പിക്കുന്നത് ഇവിടെ. സോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ n നമ്പർ ഓഫ് ലൈക്ക് ഇയേഴ്സ് പഠിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് എപ്പോഴും റെഫർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഈ ഒരു സബ്ജക്റ്റ് ലൈക്ക് അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്, ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് പഠിച്ചാലും നമ്മളത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ n നമ്പർ ഓഫ് കാര്യങ്ങളാണ് ഡേ ടു ഡേ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഒരു 1 ഇയർ ലൈക്ക് 2025
ഈ ഒരു ടൈം പീരീഡ് പറയണമെന്ന് വെച്ചാൽ ടാറ്റ ടെക്നോളജീസിൽ ഒരു റാംസ്വെയർ അറ്റാക്കിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യണത്, നമുക്കൊരു പുതിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഫുള്ളും ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ആൻസർ കിട്ടാൻ വേണ്ടി ChatGPT യൂസ് ചെയ്യും. ഇനി ChatGPT യൂസ് ചെയ്യാത്തവരെന്ത് ചെയ്യും, ഗൂഗിൾ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ടോപ്പ് 10 മേജർ സൈബർ അറ്റാക്സ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വൺ ടാറ്റേനെ അറിയാലോ, വലിയൊരു കമ്പനിയാണ്. അതിൻ്റെ ടെക്നോളജി റാംസ്വെയർ അറ്റാക്സ്. ഇതെല്ലാം വൈറസ് അറ്റാക്സ് ആണ്. ഈ റാംസ്വെയർ, അതുപോലെ ടൈപ്സ് ഓഫ് മാൽവെയർസ് ഉണ്ട്. റാംസ്വെയർ ഉണ്ട്, പിന്നെ SQL ഇഞ്ചക്ഷൻ, വെബ് ആപ്ലിക്കേഷൻ അറ്റാക്ക് എന്ന് പറയും, ഓവർലോഡ് ഡോസ് അറ്റാക്ക് പറയും, അത് ഓവർ സിസ്റ്റം ഈ ചൂടാക്കുക അങ്ങനത്തെ കുറേ പരിപാടിയില്ലേ, അതൊക്കെ പറയുന്ന ടൈപ്പുള്ള ഒരു ഇതാണ്. പിന്നെ വേംസ് ഉണ്ട്, ട്രോജൻ ഉണ്ട്, വൈറസ് ഉണ്ട്, ഇതൊക്കെ മാൽവെയർ ആണ് ഈ പറയുന്ന ഈ റാംസ്വെയർ എന്നുള്ളത്. സോ അതുപോലത്തെ കുറേ അറ്റാക്സ് നടന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ റെയ്മണ്ട് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെയ്മണ്ടിൻ്റെ കേസ് പറയുന്നുണ്ട് ഇവർ. പിന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പോൺ ലൈഫ് ഇന്ത്യ അസസ്മെൻറ്റ് മാനേജർ, ലൈക്ക് അവരുടെ ഇത് മ്യൂച്വൽ ഫണ്ട്സ്, ലൈക്ക് എനിക്ക് തോന്നുന്നത് ഡാറ്റ ലീക്കേജിൻ്റെ കേസ് ആയിരിക്കും തോന്നുന്നത് അതിനകത്തേക്ക് വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങൾ ന്യൂസ് കാണുന്നവരാണെങ്കിൽ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും മോസ്റ്റ് ഓഫ് യു. പിന്നെ DDoS അറ്റാക്ക്, കാരണം അതൊക്കെയാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. BSNL ഡബിൾ DDoS അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കിൻ്റെ കാര്യം ഇതിനകത്ത് ഡെപ്തായിട്ട് പോയിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്പർ ഓഫ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത്, ലൈക്ക് മോസ്റ്റ് ഓഫ് പീപ്പിളോടെയും പറയണം, നമ്മളിപ്പോഴുള്ള സൈബർ വേൾഡിൽ നമ്മളെല്ലാവരും സേഫ് ആണെന്ന് ചോദിക്കണം. ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ ഇത്രയും സൈബർ സെക്യൂരിറ്റി പഠിച്ചെങ്കിൽ ഞാനും ഇപ്പോഴും വിചാരിക്കൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഒരാളും ഈ ലോകത്ത് സേഫ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒന്നും വേണ്ട, നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്പർ ഓഫ് ഡാറ്റാസാണ് പോകുന്നത്. ലീക്ക് ആവുന്നുണ്ട്, അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഹായ്, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വേറൊരാൾക്ക് അയക്കുന്നു, അയാൾ ആ സമയത്ത് വേറൊരാൾക്കായിരിക്കും അയക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ ട്രില്യൺ ബില്യൺ പീപ്പിളും ഒരേ ലൈക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന ഒരാൾക്കാരാണ്. സോ ആ ഒരു സമയത്താണെങ്കിൽ മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ മെസ്സേജസ് ഒരു തേർഡ് പാർട്ടി പേഴ്സൺ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സൈബർ സെക്യൂരിറ്റി വേൾഡിൽ നടക്കുന്നത്. സോ ഇതൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി. ലൈക്ക് ഒരു സൈബർ സെക്യൂരിറ്റിയിൽ അറിയേണ്ട മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എത്തിക്കൽ ഹാക്കർ എന്താണെന്ന് നിങ്ങൾ അറിയണം. CIA എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന കീ കോൺസെപ്റ്റാണ് കോൺഫിഡൻഷ്യലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് ഒതൻറ്റിക്കേഷൻ, അതോറിറ്റൈസേഷൻ. ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, ആരാണ് ഇതിന് കയറേണ്ടത്, അങ്ങനത്തെ കാര്യം. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇരിക്കണം, ഇൻറ്റഗ്രിറ്റി ആകുമ്പോൾ എൻഷുർ ചെയ്യണം, നമ്മൾ കിട്ടുന്ന ഡാറ്റയുടെ എൻഷുർ ആവണം. പിന്നെ അവൈലബിലിറ്റി, ഡാറ്റയുടെ കാര്യം എല്ലാ സിസ്റ്റംസ് എല്ലാം പ്രോപ്പറായിട്ടിരിക്കണം, വേറൊരിടത്ത് പോകുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ വരുന്നതാണ് ഈ എത്തിക്കൽ ഹാക്കിങ്ങും അതിൻ്റെ കോൺസെപ്റ്റിലുള്ള ഫേസസും. ലൈക്ക് 5 ഫേസസ് ഉണ്ട്, റെക്കോർഡൻസ് ഉണ്ട്, സ്കാനിങ് ഉണ്ട്, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ്, കവറിങ് ടാസ്ക്. ഇത് നമ്മൾക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ ഹാക്കർ നമ്മളെങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കർ ആയ നമ്മൾക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ പറ്റി എങ്ങനെ അയാളുടെ എന്നുള്ള ഇൻഫർമേഷൻ ചോർന്നെടുക്കണം. നമ്മളിപ്പോൾ ഒരു ഓപ്പോസിറ്റ് നമുക്കൊരാളെ കിട്ടി, അപ്പോൾ ഇയാളെ പറ്റി നമുക്കൊന്നും അറിയില്ല, നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ എത്തിക്കൽ ഹാക്കിങ് സ്കിൽസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇയാളുടെ പേര് എങ്ങനെയോ കിട്ടി, നമ്മൾ അയാളെ മാക്സിമം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ എവിടെയാണ് വർക്ക് ചെയ്യണത് കിട്ടും, അയാളുടെ ലൊക്കേഷൻ കിട്ടും, അയാൾ എവിടെ നിൽക്കണേ എന്നുള്ള കാര്യം കിട്ടും. അതിൽ നിന്നായിരിക്കണം ബാക്കി നമ്പർ ഓഫ് കാര്യങ്ങൾ പോകണം. ചില കാര്യങ്ങൾ നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ഡെഡ് എൻഡ് എത്തും, എന്നാൽ പോലും നമ്മൾ മാക്സിമം ട്രൈ അപ്പ് ചെയ്യണം. അതാണല്ലോ നമ്മൾ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് കോൺസെപ്റ്റിൽ എത്തിയാലും നമ്മൾ മാക്സിമം ഡെഡ് എൻഡിലേക്ക് എത്താൻ നോക്കുന്നത്. ഡെഡ് എൻഡ് എത്തിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ വെച്ച് നിന്ന് പോരുത്. അതാണ് ഞാൻ മെയിൻലി എല്ലാവരോടും, എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റ് ഇതാണ്. നമ്മളൊരു വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇനി ഞാൻ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പോകരുത്. നിങ്ങൾ അവിടെ ഡെഡ് എൻഡ് ആണെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെഡ് എൻഡ് ആയെന്ന് തിങ്ക് ചെയ്തിട്ട് നിങ്ങളത് റീലൊക്കേഷൻ രീതിയിൽ റീമാപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഒന്നേന്നോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇഷ്യൂ തുടങ്ങിയത് അവിടെ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ആ ഇഷ്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് റീബാക്ക് ചെയ്തിട്ട് നിങ്ങൾ കയറാൻ. ഇതാവണം ഒരു സൈബർ സെക്യൂരിറ്റി പേഴ്സണിലേക്ക് തിങ്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവരും നമ്മളുടെ ഇൻസിഡൻറ്റ് പോകുമ്പോഴും നമ്മളിപ്പോൾ ഒരാളെ ട്രാക്ക് ചെയ്യാനാണെങ്കിലും എന്ത് കാര്യത്തിലാണ് നമുക്ക് മെയിൻലി വരുന്ന ഒരു ഡെഡ് എൻഡിലേക്കായിരിക്കും. മേ ബി അതിൽ നേരെ സ്ട്രൈറ്റ് ആൻസർ കിട്ടും ജാക്ക് പോട്ട്, ഇല്ലെങ്കിൽ ഡെഡ് എൻഡിലായിരിക്കും. ഈ ഡെഡ് എൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒറ്റൊരു ഓപ്ഷൻ ഉള്ളൂ, ഒന്നെങ്കിൽ ആദ്യം തുടങ്ങി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഒരു ഇഷ്യൂ, നമുക്കൊരു പിഴവ് വന്നത് എവിടെയാണ് അവിടെ നിന്നാവണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ രീതിയിലേക്കാവണം ഒരു സൈബർ സെക്യൂരിറ്റി പേഴ്സൺ തിങ്ക് ചെയ്യണം. കാരണം നിന്ന് കഴിഞ്ഞ് ഡെഡ് എൻഡായി ഔട്ടായി
ഗെയിം ഓവർ ആ രീതിയിലേക്ക് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളാ ഫെയിലിയർ ആവണത്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ റീമാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യം തുടങ്ങി വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് അവിടെ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ.